ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും പുതിയ നേതാവുമായ മുജ്തബ ഖമനൈ പങ്കെടുക്കാത്തത് സുരക്ഷാ ഭീഷണിയെ തുടർന്നെന്നാണെന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ മുജ്തബയെ വധിക്കുവാൻ ലക്ഷ്യമിടുന്നുണ്ടെന്ന ആശങ്കയാണ് ഈ അസാന്നിധ്യത്തിന് പിന്നിലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അലി ഖമേനിയുടെ മകനും പുതിയ പരമോന്നത നേതാവുമായ മുജ്തബ ഖമേനി സംസ്കാര ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള വധഭീഷണി ഭയന്നാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പിതാവ് കൊല്ലപ്പെട്ട അതേ വ്യോമാക്രമണത്തിൽ മുജ്തബയ്ക്കും പരിക്കേറ്റിട്ടുണ്ടാകുമെന്നും അദ്ദേഹം ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിലാണെന്നും അഭ്യൂഹങ്ങൾ ശക്തമാണ്. പിതാവിന്റെ അന്ത്യയാത്രയിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളും ഉന്നത ഭരണകൂട ഉദ്യോഗസ്ഥരും പങ്കെടുത്തപ്പോഴും മുജ്തബയുടെ അസാന്നിധ്യം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഇറാനിലെ ഉന്നത നേതാക്കളെല്ലാം ഒരിടത്ത് ഒന്നിച്ചുകൂടുന്ന സംസ്കാര ചടങ്ങുകൾ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചേക്കുമെന്ന ഭയം ഇറാൻ അധികൃതർക്കുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ മുജ്തബയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അധികാരമേറ്റെടുത്തതിനു ശേഷം മുജ്തബ ഖമേനി കാര്യമായ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഖമേനിയുടെ മരണശേഷം രാജ്യത്തെ പുതിയ പരമോന്നത നേതാവായ മുജ്തബയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ഇറാനിലെ ഔദ്യോഗിക വൃത്തങ്ങൾ മൗനം പാലിക്കുകയാണ്. ടെഹ്റാനിലെ വിലാപയാത്രയ്ക്കും ചടങ്ങുകൾക്കും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അലി ഖമേനി കൊല്ലപ്പെട്ടതിനു ശേഷം ഇസ്രായേലിന് നേരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടയിലാണ് പുതിയ നേതാവിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും ഉയരുന്നത്.